നമസ്കാരം. ട്രംപിനെ എരിയുന്ന തീയിലേക്ക് എറിഞ്ഞു വത്തിക്കാനും വൈറ്റ് ഹൗസും നേർക്കുനേർ. മാർപ്പാപ്പയെ ചൊടിപ്പിച്ച ട്രംപിന് കിട്ടിയത് 8ന്റെ പണി. പശ്ചിമേഷ്യയിൽ പോരുമുറുകുമ്പോൾ വത്തിക്കാനും വൈറ്റ് ഹൗസും നേർക്കുനേർ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നു. അങ്ങനെ പറയേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പരിഹസിച്ചുകൊണ്ട് ഇറാൻ ഒരു പ്രൊപ്പഗണ്ട വീഡിയോ പുറത്തുവിട്ടു. ആഗോളതലത്തിൽ വലിയ ചർച്ചയാകുന്ന ഒരു വീഡിയോ ആണത്. കഴിഞ്ഞ ദിവസം ഞാൻ അത്തരത്തിലൊരു വീഡിയോ ചെയ്യുകയും ചെയ്തു. ഈ യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. യേശുക്രിസ്തു ട്രംപിനെ നരകത്തിലെ അഗ്നികുണ്ഡത്തിലേക്ക് എറിയുന്ന ദൃശ്യങ്ങളാണ് ആ വീഡിയോയിലുള്ളത്. താജിക്കിസ്ഥാനിലെ ഇറാൻ എംബസിയാണ് ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഈ വിവാദ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പങ്കുവച്ചത്. അതിലിങ്ങനെയാണ് പറയുന്നത്: നിങ്ങളുടെ വിധിതനം എത്തിക്കഴിഞ്ഞു എന്ന ഭീതിജനകമായ ശബ്ദത്തോടെയാണ് ആ വീഡിയോ ആരംഭിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നാലെ യേശുക്രിസ്തു ആകാശത്ത് നിന്ന് ഇറങ്ങി വരികയും ട്രംപിനെ ആഞ്ഞടിക്കുകയും ചെയ്തു. രക്തം വാർന്ന് നിലവിളിച്ചുകൊണ്ട് ട്രംപ് നരകത്തിലേക്ക് പതിക്കുന്നതാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം എന്ന് പറയപ്പെടുന്നത്. ട്രംപും കത്തോലിക്ക സഭാതലവൻ ലിയോ 14 മാർപ്പാപ്പയും തമ്മിലുള്ള തർക്കം, ആ തർക്കവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇറാന്റെ ഈ പ്രകോപനപരമായിട്ടുള്ള ഒരു വീഡിയോ കൂടി വന്നത് ആഗോളതലത്തിൽ വലിയ ചർച്ചയായി എന്നുള്ളതാണ്. പശ്ചിമേഷ്യയിൽ സമാധാനത്തിന് ആഹ്വാനം ചെയ്ത മാർപ്പാപ്പയെ ട്രംപ് നേരത്തെ രൂക്ഷമായിട്ട് വിമർശിച്ചിരുന്നു. മാർപ്പാപ്പ ക്രിമിനലുകളോട് മൃദുസമീപനം കാണിക്കുന്നവനാണ് എന്നും വിദേശ നയങ്ങളിൽ തികഞ്ഞ പരാജയമാണ് എന്നൊക്കെയായിരുന്നു ട്രംപിന്റെ ആക്ഷേപം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിന് പിന്നാലെ ട്രംപ് തന്നെ യേശുക്രിസ്തുവായി ചിത്രീകരിക്കുന്ന ചിത്രം പങ്കുവച്ചത് കാത്തോലിക്ക വിശ്വാസികളെ തന്നെ ചൊടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. വെള്ളയും ചുവപ്പും വസ്ത്രമണിഞ്ഞ് രോഗശാന്തി നൽകുന്ന യേശുവായാണ് ട്രംപ് ചിത്രത്തിലൊക്കെ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നതോടെ ട്രംപ് ചിത്രം അങ്ങ് പിൻവലിച്ചു. റെഡ് ക്രോസ് ഡോക്ടറാണ് എന്ന് കരുതിയാണ് ചിത്രം പങ്കുവച്ചത് എന്നായിരുന്നു ട്രംപിന്റെ വിചിത്രമായിട്ടുള്ള വിശദീകരണം എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടായതിനാലാണ് ചിത്രം നീക്കം ചെയ്തത് എന്നുകൂടി അദ്ദേഹം ഒരു വിശദീകരണം നൽകി. അമേരിക്കക്കാരനായതുകൊണ്ടാണ് ലിയോ മാർപ്പാപ്പ ആയത് എന്ന ട്രംപിന്റെ പ്രസ്താവനയും വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നതായിരുന്നു. താൻ വൈറ്റ് ഹൗസിൽ ഇല്ലായിരുന്നുവെങ്കിൽ ലിയോ വത്തിക്കാനിൽ ഉണ്ടാകില്ല എന്നായിരുന്നു ട്രംപ് അവകാശപ്പെട്ടത്. മാർപ്പാപ്പ തീവ്ര ലിബറൽ ആണ് എന്നും കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ വിശ്വസിക്കാത്ത ആളാണ് എന്നും ട്രംപ് ആവർത്തിച്ച് പ്രകോപിപ്പിക്കുകയും ചെയ്തു. ഇറാൻ ആണവായുധം കൈവശം വയ്ക്കുന്നതിന് മാർപ്പാപ്പ അനുകൂലിക്കുന്നുവെന്നാണ് ട്രംപിന്റെ മറ്റൊരു പ്രധാന ആരോപണം എന്ന് പറയുന്നത്. വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ സൈനിക നീക്കങ്ങളെ മാർപ്പാപ്പ നിശ്ചിതമായി വിമർശിച്ചതും ട്രംപിനെ ചൊടിപ്പിച്ചിരുന്നു. കുറ്റവാളികളെയും മയക്കുമരുന്ന് മാഫിയകളെയും അമേരിക്കയിലേക്ക് അയക്കുന്ന രാജ്യമാണ് വെനസ്വേലയെന്നും അതേസമയം ട്രംപിന്റെ ഭീഷണികളിൽ തനിക്ക് ഭയമില്ല എന്നുള്ള ലിയോ മാർപ്പാപ്പയുടെ തിരിച്ചടിയുമൊക്കെ ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. സ്വയം ആരാധിക്കുന്നതും പണത്തോടുള്ള ആർത്തിയും അവസാനിപ്പിക്കൂ, അധികാര പ്രകടനം മതിയാക്കി യുദ്ധം നിർത്തൂ എന്നുള്ള സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന പ്രാർത്ഥനയ്ക്കിടെ വിശ്വാസികളോട് ആഹ്വാനം ചെയ്ത ലിയോ 14 പ്രസ്താവന സത്യത്തിൽ ലോകം ഏറ്റെടുക്കേണ്ടതാണ്. ഒരു നാഗരികതയെ മുഴുവൻ ഇല്ലാതാക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന അത് അംഗീകരിക്കാനാവില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇറാനിൽ സൈനിക നടപടി സ്വീകരിച്ചതിനെ ന്യായീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയും ട്രംപ് രംഗത്തെത്തിയിരുന്നു. തന്റെ നടപടികളെ വിമർശിക്കുവാൻ ആർക്കും അവകാശമില്ല എന്ന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനിടെ മാർപ്പാപ്പ കാമറൂൺ സന്ദർശനത്തിനായിട്ട് വത്തിക്കാനിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു. ട്രംപും വത്തിക്കാനും തമ്മിലുള്ള പോര് മുമ്പെങ്ങും ഇല്ലാത്ത വിധം ഇങ്ങനെ വഷളായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ യാത്ര എന്ന് പറയപ്പെടുന്നത്. ഹോർമൂസ് കടലിലേക്ക് താൻ സ്ഥിരമായി തുറന്നു കൊടുക്കുകയാണ് എന്ന സുപ്രധാന പ്രഖ്യാപനവും ട്രംപ് ഇതിനിടയിലൂടെ നടത്തുന്നുണ്ടായിരുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തിയ രഹസ്യ ചർച്ചകൾക്ക് ശേഷമാണ് ട്രംപ് ഇത്തരത്തിലൊരു കാര്യം അറിയിക്കുകയും ചെയ്തത്. ഇറാനുമായിട്ടുള്ള ആയുധ ഇടപാടുകൾ ചൈന അവസാനിപ്പിക്കാമെന്ന് സമ്മതിച്ചതായിട്ടും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ചൈനയും ലോകവും സന്തുഷ്ടരാണ് എന്നുകൂടി ട്രംപ് അദ്ദേഹത്തിന്റെ ട്രൂ സോഷ്യൽ കൂടി കുറിച്ചു വെക്കുന്നുണ്ട്. ചൈനീസ് നേതാവായിട്ടുള്ള ഷീ ജിൻപിങ്ങുമായി ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്നും ആഗോള സമാധാനത്തിന് തന്റെ ഇടപെടലുകൾ അനിവാര്യമാണ് എന്നുകൂടി ട്രംപ് അവകാശവാദം ഉന്നയിക്കുകയാണ്.
പക്ഷെ എന്തൊക്കെ അവകാശവാദം ഉന്നയിച്ചാലും ട്രംപിന്റെ നിലനിൽപ്പ് എന്ന് പറയപ്പെടുന്ന പരിതാപകരമാണ് എന്ന് പറയട്ടെ. ഇങ്ങനെയുള്ള ഒരു നേതാവിനെ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ഈ അമേരിക്കൻ ജനത. ലോകത്തിനൊരിക്കലും മാതൃകയാക്കാൻ കഴിയാത്ത ഡൊണാൾഡ് ട്രംപിനെ പോലുള്ളവർ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്നത് നാണക്കേടാണ് എന്ന് കരുതുന്ന ഒരു വിഭാഗമായി അവിടുത്തെ ജനം മാറിയിരിക്കുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരാളെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് എന്നതിനെ കുറിച്ച് ലജ്ജിക്കുകയായിരിക്കും അമേരിക്കക്കാർ. ഒരു കാര്യം ഉറപ്പാണ്, ട്രംപിനെ എരിയുന്ന തീയിലേക്ക് എറിഞ്ഞുകൊണ്ടുള്ള ആ ഒരു ട്രോള് ഇറാൻ പുറപ്പെടുവിച്ച ആ വീഡിയോയ്ക്കകത്ത് കാണിക്കുമ്പോൾ സത്യത്തിൽ ഈ ജനങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ട്രംപിനെ ഇതേപോലെ എരിയുന്ന തീയിലേക്ക് എറിഞ്ഞു കളയണമെന്ന്. വത്തിക്കാനും വൈറ്റ് ഹൗസും തമ്മിൽ നേർക്കുനേർ യുദ്ധം പ്രഖ്യാപിക്കുമ്പോഴും അമേരിക്കൻ ജനതയും ട്രംപും തമ്മിൽ നേർക്കുനേർ യുദ്ധം ചെയ്യുന്ന വിധത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കക്കാർ തന്നെ ട്രംപിനെ എരിയുന്ന തീയിലേക്ക് എടുത്തെറിയും.